ഫൈൻ കാനത്തിൽ ഖിസ്സത്തു, ഇനി കഥ പറയുന്ന ആളുടെ കഥ ആണെങ്കിൽ, നമ്മൾ ഇന്നലെ കുറെ ചർച്ച ചെയ്തല്ലോ, അങ്ങനത്തെ അല്ലാത്ത മറ്റു പല കഥകളുണ്ട്. അപ്പൊ കഥ പറയുന്നതും ചരിത്രം പറയുന്നവന്റെ ചരിത്രങ്ങൾ മിൻ ഖസസിൽ അംബിയായി അലൈഹിമുസ്സലാം, അംബിയാക്കളുടെ ചരിത്രങ്ങളിൽപ്പെട്ട ചരിത്രമാണെങ്കിൽ എന്ത് കാര്യത്തിൽ ഫീമാ യതഅല്ലഖു ബി ഉമൂരി ദീനിഹിം, അവരുടെ മതപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതിലാണ് ഈ അംബിയാക്കളുടെയൊക്കെ ചരിത്രകഥകളായി ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, ഇപ്പൊ കാനൽ ഖാസ്, ഈ ചരിത്രം പറയുന്ന ആളാവുകയും ചെയ്താൽ, സ്വാദിഖൻ, അയാൾ ഉദ്ധരിക്കുന്ന കാര്യത്തിൽ സത്യം പറയുന്നവനാണെങ്കിൽ അംബിയാക്കളെ കഥ പറയും. അത് ചില ആൾക്കാർ കഥ പറയുമ്പോ ഇല്ലാത്തത് കൂട്ടിച്ചേർത്ത് പറയും. അങ്ങനെയല്ല, ഉള്ളതുപോലെ പറയുന്ന യഥാർത്ഥക്കാരനാണ് ചരിത്രം പറയുന്നവരും എങ്കിൽ, മാത്രമല്ല സ്വഹീഹ റിവായത്തിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള നല്ലൊരാളാണെങ്കിൽ, എന്നാ പിന്നെ എനിക്ക് പറയാനുള്ളത് ഫലസ്തു അറബിഹി ബൈസൻ, അങ്ങനെ ചരിത്രം പറയുന്ന ഒരാള് ചരിത്രം പറയുന്നത് കൊണ്ട് ഒരു കുഴപ്പമായിട്ട് ഞാൻ കാണുന്നില്ല. അവനർത്ഥം എന്താ? കുഴപ്പമില്ല, ഇതേ പറയാൻ പറ്റൂ. എല്ലാ കഥകൾ മെനഞ്ഞെടുത്തിട്ട് പറയാൻ പറ്റൂല. അപ്പൊ ഇവിടെ ചരിത്രകാരൻ സൂക്ഷിക്കട്ടെ അൽ കെദിബ, കളവിനെ. മാത്രമല്ല വഹിക്കായാത്തി അഹ്വാരിൻ, ചില അവസ്ഥ ഉദ്ധരിക്കലിനെയും സൂക്ഷിക്കേണ്ടതുണ്ട് ചരിത്രം പറയുന്ന ആൾ. ഈ വായലന്മാരൊക്കെ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. പള്ളികളിലും ക്ലാസ് എടുക്കുമ്പോഴും അല്ലാതെയും ജനങ്ങളെ രസിപ്പിക്കുവാൻ വേണ്ടി എല്ലാ കഥകൾ ഉണ്ടാക്കി മായം ചേർത്ത് പറയരുത്. അപകടം ചെയ്യുന്നതാണ് പോയി പഠിപ്പിക്കുന്നത്. അപ്പോ കുറെ അവസ്ഥകൾ ഉദ്ധരിക്കും. അത് ഉദ്ധരിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനത്തെ അവസ്ഥകൾ തൂമിയോ, അതിങ്ങനെ തോന്നിപ്പിക്കും. ഇലാ ഹഫവാത്തിൻ, അഫവാത്തിലേക്ക്, കുറെ ആൾ വീണു പോവുക, തെറ്റിലേക്ക് വീണുപോകും. അല്ലെങ്കിൽ ലൗ മുസാഹലാത്തിൻ, അല്ലെങ്കിൽ എന്താണെന്നറിയാമോ, എളുപ്പമാവല് വരും. പിന്നെ ഒരു വേഗതയിലേക്കോ, അല്ലെങ്കിൽ എന്താണെന്നറിയാമോ ഒരു വിട്ടുവീഴ്ചയിലേക്കോ, വീണുപോകുന്നതിലേക്കോ ഒക്കെ തോന്നിപ്പിക്കും വിധത്തിലുള്ള ഉദ്ധരണികളുണ്ട്. അങ്ങനെ വരുമ്പോ യഖ്സുറു ഫഹമുൽ അവാമി അൻ തറക്കി മആനിഹ, അങ്ങനെയുള്ള അവസ്ഥകൾ പറയുമ്പോ, ഇക്കായത്ത് പറയുമ്പോ അതിന്റെ ആശയങ്ങൾ എന്താണ് മനസ്സിലാക്കലിനെ തൊട്ട് പൊതുജനത്തിന്റെ മനസ്സിലെന്താവെന്ന് അറിയാം. ബുദ്ധി ചുരുങ്ങി വരും, പോലെ മനസ്സിലാക്കൂല. അല്ലെങ്കിൽ അവൻ ഗൗനിക അഹുവത്തൻ നാദിറത്തൻ മുർദഫത്തൻ ബിത്തകിഫീറാത്തിൻ മുതദാറകത്തിൻ വ്യസനാത്തിൻ തുഅത്തി അലൈഹ, ഈ പറയുന്ന ഇക്കാലത്തുള്ള മേലിൽ മൂടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് നന്മകളുണ്ട്. അത്തരം നന്മകളെ വീണ്ടെടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള, കഴിഞ്ഞു പോയതിലേക്ക് പൊറപ്പിക്കാൻ പറ്റുന്ന വിധത്തിൽ അതുമായി തുരത്തപ്പെടാൻ പറ്റുന്ന അപൂർവ വീണുപോകലുണ്ട്. ഇതിനെ തൊട്ടല്ലാമോ അല്ലെങ്കിൽ ഇതിന്റെ ആശയം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പൊതുജനത്തിന്റെ ബുദ്ധി ചുരുങ്ങിപ്പോവും, ഒരേ മനസ്സിലാക്കൂല. നമ്മളെല്ലാ കഥകൾ കൂട്ടിക്കുറെ പറഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത് ആമിയ. എന്താ അങ്ങനെ പറയാൻ കാരണം? പടുവിഡ്ഢിയായിരിക്കുന്ന സംഗതി കേട്ടപാടെ പടുവിഡ്ഢിയായിരിക്കുന്ന മനുഷ്യൻ യഅ്തസിമു, അവൻ സുരക്ഷിതനായി മാറും. ബിദാലിക, ഇത്തരം കാര്യങ്ങളെ കൊണ്ട്, ബി മുസാഹലാത്തി വഹവാത്തി, അവൻ വീണു പോകുന്നതിലും അതുപോലെ അവൻ എന്താണ് എളുപ്പമാവുന്നതിലും അവന്റെ കാര്യങ്ങൾ വേഗതമാക്കുന്നതിലും ഒരു സുരക്ഷിതനായി മാറും അവൻ. എന്നിട്ട് നഫ്സിഹി, അവന്റെ സ്വന്തം നഫ്സിന് അവനൊരു തൊട്ടിലാക്കി മാറ്റും. ഒരു കാരണമുണ്ടാക്കി വാക്കും. ഫീഹി, അങ്ങനെയുള്ള വിഷയത്തിലൊക്കെ നല്ലതാണെന്നും പറഞ്ഞ് കാരണം ഉണ്ടാക്കും. അങ്ങനെ ഓൻ തെറ്റിലേക്ക് വീണു പോവുകയും ചെയ്യും. ഓൻ ലക്ഷ്യം പിടിക്കും. അന്നകു നിശ്ചയമാട്ടും ഇദ്ദേഹം ഹക്കാ കൈത്താവ കൈത്ത അൻബാദിൽ മഷായിഖി വബാദിൽ അക്കാബിരി, ഉന്നതന്മാരായിരിക്കുന്ന ചില ആളുകളെ തൊട്ട്, മഷായിഖന്മാരെപ്പെട്ട ചില ആൾക്കാരെ തൊട്ട് ഇന്നതൊക്കെ ഇവൻ ഉദ്ധരിച്ച് തന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്യമാക്കാനും നിൽക്കും. നമ്മൾ ഇത്തരം എല്ലാ കഥകൾ നനഞ്ഞെടുത്ത് പറഞ്ഞാൽ, അങ്ങനെ വരുമ്പോൾ അവസാനം ചെന്നെത്തുക നമ്മളെല്ലാവരും തെറ്റിന്റെ വഴികളിലാണ്. അവെല്ലാവരും തെറ്റുകാരനാണെന്ന് വിധി എഴുതും.
ഫല ഓർവ, അപ്പൊ അത്ഭുതമൊന്നുമില്ല, ഒരത്ഭുതവുമില്ല. എന്ത്? ഈ നസൈത്തുല്ലാഹ തആല, ഞാൻ അല്ലാഹു തആലക്ക് തെറ്റ് ചെയ്തെങ്കിൽ ഒരു അത്ഭുതമല്ല. എന്താ? ഫഖദ് അസാഹു മൻ ഹുവ അക്ബറു മിന്നി, സ്ഥാനത്താലും അവസ്ഥയാലും എന്നേക്കാൾ മുന്തിയ ആളുകളൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്നൊരു സംഗതിയായിരിക്കും ഒരു വിവരമില്ലാത്തൊരു പൊതുജനം ഇത്തരം കഥകൾ കേൾക്കും മനസ്സിലാക്കുക. എനിക്കും തെറ്റ് ചെയ്യാം, എന്നെക്കാൾ ഉയർന്ന ആൾക്കാർക്ക് തെറ്റ് ചെയ്തിരെന്ന് പറയും. യുഫീദുഹുദാലിക്ക, ഇത്തരം കാര്യങ്ങൾ അവന് മനസ്സിലാക്കി കൊടുക്കുക. ജറാഅത്തൻ അല്ലാഹി തആല, അള്ളാഹുവിന്റെ മേൽ ധൈര്യം കാണിക്കുക എന്നുള്ള സംഗതിയായിരിക്കും അവന് മനസ്സിലാക്കി കൊടുക്കുക. മിന്നയത്തിലായതിരി, അവനിതൊന്നും അറിയുന്നില്ല, അറിയാത്ത ഭാഗത്തിൽ കൂടെ ഇങ്ങനെ കേട്ടത് കൊണ്ട് ഇങ്ങനെ നടന്നു പോകും. അങ്ങനെ എത്ര ജനങ്ങളുണ്ട് ഇന്ന മൂല്യന്മാർ ഇന്ന പറഞ്ഞു എന്ന് പറഞ്ഞ് നടത്തുന്നു. അങ്ങനെ അപകടം ചെയ്യും. ആ അപകടം ഒന്നും വരുത്താതിരിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. കളവ്, അസംഭവ്യ കഥകള്, ഇതെല്ലാം പറയുന്നതിനത്തോട് സൂക്ഷിച്ചുകൊണ്ട്, അതൊന്നും വരാൻ പാടില്ല. അതിന്റെ സൂക്ഷ്മതകൾക്ക് കഴിഞ്ഞ ശേഷം പല ഇത്തരം കഥകളോ ചരിത്രമോ പറയുന്നത് കുഴപ്പമൊന്നുമില്ല. ഇത് രണ്ടും ഒഴിവാക്കുന്നു. വൈന്തദാലിക്ക, അങ്ങനെ വരുമ്പോൾ ഇറങ്ങിയുള്ള കഥത്തിൽ മഹമൂദ, കളവുമില്ല, അസംഭവ്യമായ കഥയും അതിലൊന്നുമില്ല, നിർമ്മിതങ്ങളൊന്നുമില്ല. അവ മഖ്സൂദായ മഹമൂദായിരിക്കുന്ന ഉദ്ദേശം എന്താണോ അതിലേക്ക് അവൻ മടങ്ങും. വൈലാമസ്തമിനു അലൈഹിൽ ഖുർആൻ, ഏതൊന്നിന്റെ മേലിലാണോ ഖുർആൻ ചുറ്റിയത് അതിലേക്ക് അവൻ മടങ്ങും. ചരിത്ര കിതാബുകൾ, സഹിയായ കിതാബുകളുടെ ചരിത്രങ്ങളാൽ അതിലുള്ളത് എന്താണോ അതിലേക്കും അവൻ മടങ്ങും. ഇത്യാദി കാര്യങ്ങളായിരിക്കും ഈ പറയുന്ന മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോ ഇത്തരം പെടാൻ പാടില്ല, എന്നാ നല്ല നിലക്ക് ജീവിതം ഉണ്ടാവും എന്നാ പറഞ്ഞു. ഒബിനാസി, ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്, പണ്ഡിതന്മാരുടെ കൂട്ടത്തിലേ മയ്യസ്തജീസു, എന്ത്? ഹിക്കായാത്തി അൽ മുറഗിബത്തി, ആരാധനകൾ ആഗ്രഹിപ്പിക്കാൻ പറ്റും വിധത്തിൽ മൗനുവായ ചില ഉദ്ധരണികൾ കാണാം. ആ ഉദ്ധരണികൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാൻ പറ്റുമെന്ന് പറയുന്നവരും ജനകൂട്ടത്തിലുണ്ട്. പറ്റുമെന്ന് പറയുന്ന ആള് വാദിക്കുന്നു. എന്ത് വാദിക്കുന്നത്? അന്ന ഖസദോഫിക, ഈ പറയുന്ന ഹിക്കായത്തുകളിൽ അവന്റെ ഉദ്ദേശം ദഅവത്തുൽ ഖൽഖിൽ ഹഖ്, സത്യത്തിലേക്ക് ജനങ്ങൾ ക്ഷണിക്കലാണെന്ന് വാദിക്കുകയും ചെയ്യും. അങ്ങനെ ശരിയല്ല. ഈ പറയുന്ന പരിപാടി ശൈത്താൻ, ഇങ്ങനെ വരുമ്പോൾ അവൻ കൊണ്ടുവന്ന വാദപ്രകാരമുള്ള സംഗതികളൊക്കെ അത് പൈശാചികമായി മനസ്സിന്റെ അകത്തതിൽ ഊരിയെടുക്കുന്ന സംഗതിയാണ്. അതൊക്കെ മനസ്സിലേക്ക് കിട്ടുന്ന മറ്റൊന്ന് ഊരിയെടുത്തുകൊണ്ട് കാണിച്ചെന്ന പരിപാടിയാ. കാരണം എന്താ? സത്യം പറയുക എന്നതിന് മന്ദൂഹത്തമ്മൽ കദിബി, കളവിനെ തൊട്ടൊരു വിശാലത സത്യം പറയുന്നതിലുണ്ട്. അല്ലാഹു തആലാനെ ഓർമ്മിക്കുന്നതിലുമുണ്ട്. റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളയും അള്ളാന്റെ ഹബീബായ നബി തങ്ങളും പറഞ്ഞതിലുണ്ടല്ലോ. എന്തുണ്ട്? വാഴ്ന്ന് പറയുമ്പോൾ പുതുതായി കാര്യം നിർമ്മിച്ചുണ്ടാക്കിക്കൊണ്ട് ഒന്നും പറയേണ്ടതില്ല, അതൊക്കെ ആവശ്യം തീർന്നോളും ഖുർആനിലുണ്ടല്ലോ. അത് ആവശ്യം തീർന്നതല്ലേ, അപ്പൊ അതൊന്നും ചെയ്യണ്ട എന്നായി. കൈഫ ഇങ്ങനെ പറയാൻ പറ്റുമ്പോ അത് ഗരിഹാത്ത കല്ലുവ സജായ ഒട്ടനബിധങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? വെറുത്തിട്ടുണ്ട് എന്നല്ലേ. എന്തിനെ? തക്കല്ലുവ സജി, കമ്പിയൊക്കുക എന്നാണ്, കമ്പിപ്പിച്ചു കൊണ്ടുവരാനും. അത് ബൈത്തുൽ മധ്യത്തിനൊക്കെ ഉണ്ട്, അവസാനം ആദ്യം കൊടുന്ന് എന്താക്കുക? ശരിക്കൊപ്പിച്ചു കൊണ്ടുവരാൻ. അത് വിശാലത. അതൊക്കെ കീർത്തിച്ചുണ്ടാക്കുന്നതിൽ പെട്ടതായിട്ട് ഷാരി എന്തായിട്ടുണ്ട്? എണ്ണി തന്നിട്ടുമുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതാണല്ലോ. നോക്ക്, കാലത്ത് അബി വഖാസ്, മഹാനായിരിക്കുന്ന സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല ലിബ്നിഹി, തന്റെ മോനോട് പറഞ്ഞു. ഉമറ, തന്റെ പുത്രന്റെ പേര് ഉമറാണ്. വഖദ് സമിഅഹു യസജ്ജു, എത്തരത്തിൽ ഈ പുത്രനായിരിക്കുന്ന ഉമറിനെ മൂപ്പര് കമ്പി ഇങ്ങനെ ഒപ്പിച്ച് പരിപാടി ആദ്യം അവസാനം ഒപ്പിച്ച് റെഡിയാക്കി ഉണ്ടാക്കുക. ഇങ്ങനെ കമ്പി ഒപ്പിക്കുന്ന വിധം കേട്ടപ്പോ പറഞ്ഞു, ആദല്ലതി, നീ ചെയ്യുന്ന ഈ സജ്ജ ഉണ്ടല്ലോ,
അത് യുഗ കയ്യിലെ എന്നിലേക്ക് നിന്നെ ദേഷ്യം പിടിപ്പിക്കുകയാണ്. എനിക്ക് ഇഷ്ടമല്ല. ലാഹലയത്ത് ഹാജറക്കാബദൻ അത്താ തത്വബ, നീ പക്ഷാചരിക്കുന്നത് വരെ ഒരിക്കലും നിന്റെ ആവശ്യം ഞാൻ നിറവേറ്റുകയും ചെയ്യുകയില്ല. അത് പാടില്ലാത്ത സംഗതിയായതുകൊണ്ട്. വഖദ്കാന ജാഫി ഹാജത്തിൽ, എത്തരത്തിൽ മകൻ പിതാവിന്റെ അടുത്തേക്ക് ആവശ്യമായി വന്നതാണ്. എന്നിട്ട് വഖദ് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ, എത്തരത്തിൽ നബി തങ്ങൾ പറഞ്ഞിട്ടുള്ള നിശ്ചയം ആരോട്? അബ്ദുല്ലാഹി ബിൻ റവാഹ, അബ്ദുല്ലാഹി ബിൻ റവാഹ തങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. എന്ത് വിഷയത്തിന്? ഈ സജഇൻ മിൻ സലാസി കലിമാത്തിൻ, തുടരെ 3 കലിമത്തുകൾ. ഇങ്ങനെ 3 കലിമത്തുകൾ കമ്പി ഒപ്പിച്ചു കൊണ്ടുവരിക. വാസ്തവത്തിൽ സജി എന്ന് പറഞ്ഞ മാടപ്രാവിന്റെ കുറുകലും അതിന്റെ ശബ്ദവുമാണ്. അത് ഇങ്ങോട്ടെടുത്തു അതുപോലെ എന്താ നല്ല അഴകാക്കി കൊണ്ടുവരുവാൻ വേണ്ടി കമ്പി ഒപ്പിച്ചു കൊണ്ടുവരും. അത് കീർത്തിച്ചുണ്ടാക്കുന്ന ഒന്നാണ്. അങ്ങനെ 3 കലിമത്ത് തുടരെ കൊണ്ടുവരാ. അങ്ങനെ കൊണ്ടുവരുന്ന കാര്യത്തിൽ സജീവ് ചെയ്ത കാര്യത്തിൽ അബ്ദുല്ലാഹി ബിൻ റവാഹ തങ്ങളോട് പറയുണ്ടായി, ഇയ്യാക അബ്ദുല്ല, നീ സൂക്ഷിച്ചോ. വസ്സജ, കമ്പി വെക്കൽ ഇബ്നു റവാഹ, റവാഹത്തിന്റെ പുത്രനായ പുത്ര സജഇനെയും നിന്നെയും സൂക്ഷിച്ചോ എന്ന. ഇതാണ് അബ്ദുല്ല തങ്ങൾ നബി തങ്ങൾ പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ കീർത്തിച്ചുണ്ടാക്കി തടയപ്പെടുന്നതായിരിക്കുന്ന സജീ ആയി മാസാദാര കലിമത്തേനി, 2 കലിമത്തിനപ്പുറം എന്നതായി പോകുന്നു. 2 കലിമത്തിന്റെ അപ്പുറം വരാൻ പാടില്ല. 2 കലിമത്തിന് കുഴപ്പമില്ല. വലുതാരിക്ക, അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അമ്മാ ഖാറൽ ജനീൻ, കുട്ടി പ്രായം തികയാത്തൊരു കുട്ടിയാണ്, വയറ്റ് കിടക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിനെ കൊന്നു കളഞ്ഞാൽ ദിയത്ത് കൊടുക്കണം എന്നതിൽ ഒരു റജുല് പറഞ്ഞപ്പോൾ അതിന്റെ കാര്യത്തിൽ എന്താ പറഞ്ഞത്? കൈഫ നദ, നിദ നല്ല നദ. ഈ നദ എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? ദിയത്ത് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാ? ഒരു കുട്ടിക്ക് ലാ ശരിബ വല അക്കല, കുട്ടി കുടിച്ചിട്ടില്ല, തിന്നിട്ടുമില്ല, വല സ്വഹ അട്ടകരിച്ചു വിട്ടുമില്ല, വലത്തഹില്ല ശബ്ദിച്ചിട്ടുമില്ല. എത്രത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എന്താ യത്തുരു എന്ന് പറഞ്ഞാല് നിർവീര്യമാക്കപ്പെടും. അത് വെറുതെ ആക്കപ്പെട്ട സംഗതിയല്ലേ എന്നാണ്. ഇങ്ങനെ പറഞ്ഞപ്പോൾ വഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരോട് നബി തങ്ങൾ പറഞ്ഞു, ഗ്രാമാന്തരങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന അറാബികൾ, അവർക്കുള്ള പണി എന്താ? സംസാരത്തിന് കമ്പിയൊപ്പി സംസാരിക്കും. അങ്ങനത്തെ അറാബികൾക്കുള്ള സജ ആണ്. ആ സജനെ പോലെയാണ് ഈ സജ ആണോ? ആ സജൻ അറാബ്, അറാബികൾ അവരുടെ സജ പോലെയാണോ ഈ സജ എന്ന് ചോദിച്ച നബി തങ്ങൾ. ആ സജ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെയാണ് കമ്പിപ്പിച്ചിന് പരിപാടിയാണ് സംഗതി എന്ന് പറഞ്ഞു. അങ്ങനൊന്നും പാടില്ല.